വർഷം മുൻപാണ് വാർക്കപ്പണിക്കാരനായിരുന്ന സിംസന്റെ ജീവിതം തകിടം മറിഞ്ഞത്. 2012 ഫെബ്രുവരിയിൽ ബസ്സിൽ ജോലിക്ക് പോകുമ്പോൾ റോഡിൽ ഇടഞ്ഞ ആന സിംസൺ സഞ്ചരിച്ചിരുന്ന ബസ് കുത്തിമറിച്ചിട്ടു. ബസ്സിനടിയിൽപ്പെട്ട സിംസൺ മരിച്ചെന്ന് എല്ലാവരും കരുതി. 50 ദിവസത്തെ ആശുപത്രിവാസം കഴിഞ്ഞെത്തിയ സിംസന്റെ ശരീരം പൂർണ്ണമായും തളർന്നു. 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടു. പിന്നീട് വീട്ടിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു. സഹോദരന്റെ മകളാണ് ഒരു ക്യാമ്പിന് പോയി കൊന്ത കെട്ടാൻ പഠിപ്പിച്ചത്. വീട്ടിൽ തന്നെ ഇരുന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന ഒരു തീരുമാനത്തെ തുടർന്ന് സിംസനും അത് പഠിച്ചു. താമസിക്കുന്നതിനടുത്തു തന്നെ കൊന്തച്ചെടി എന്ന് വിളിക്കുന്ന പുൽവർഗത്തിൽപ്പെടുന്ന ചെടി വളർത്തി. അതിന്റെ കായ ഉപയോഗിച്ച് കൊന്ത കെട്ടാൻ സിംസൺ ആരംഭിച്ചു. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പൊ ശരിക്കും വന്ന് കറക്റ്റ് വന്നല്ലോ. പക്ഷെ ആദ്യം ഒന്നും അങ്ങനെ വന്നിരുന്നില്ല. പിന്നെ കെട്ടൊക്കെ കെട്ടി തെറ്റിപ്പോയിരുന്നു. നമ്മൾ സ്ഥിരം ചെയ്യുമ്പോൾ അത് അങ്ങോട്ട് ശരിയായിട്ട് വരണതാ. പിന്നെ തുളയ്ക്കുമ്പോഴും അത് കയ്യുമൊക്കെ കുത്താറുണ്ട്. അത് തുളച്ചെടുക്കുമ്പോളേ അങ്ങനെ കുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ നേരം ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കും. നല്ല ഇത് ഷാർപ്പ് നീഡിലായാലും പെട്ടെന്ന് കയറി പോലോ. അകക്കണ്ണിന്റെ കാഴ്ച കൊണ്ട് സിംസൺ നിർമ്മിക്കുന്ന കൊന്തകൾ വർഷങ്ങളേറെ കേടുകൂടാതിരിക്കും. പൊതുപ്രവർത്തകനായി നടന്നിരുന്ന ആ കാലം എപ്പോഴും സിംസൺ ഓർക്കും. പണിയല്ലാണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ വിഭജിക നാടക തിയേറ്റേഴ്സ് ഉണ്ട്, അതിലുണ്ടായിരുന്നു. പിന്നെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇത് പറ്റണ സമിതിയുടെ കുടുംബ കൂട്ടായ്മയുടെ പ്രസിഡന്റായിരുന്നു. അതുപോലെ പ്രതിനിധി യോഗത്തിലെ പള്ളിയിലെ ദർശന സഭയിൽ അങ്ങനെ കുറേ സംഭവങ്ങളിൽ ഉണ്ടായിരുന്നു. നിർമ്മാണ തൊഴിലാളിയിലെ ഇവിടെ മേഖല ജോയിന്റ് കൺവീനറായിരുന്നു. അങ്ങനെ കുറേ മേഖലകളുണ്ടായിരുന്നു. സിംസൺ കിടപ്പിലായതോടെ കുടുംബം പോറ്റാൻ ഭാര്യ നിഷ ജോലിക്ക് പോകുന്നുണ്ട്. 2 മക്കളും അമ്മയുമാണ് വീട്ടിലുള്ളത്. കൊന്ത നിർമ്മാണം ഒരു തൊഴിലായല്ല സിംസൺ കാണുന്നത്. വീടിനകത്തിരുന്നുള്ള ഈ ജീവിതത്തിൽ നിന്ന് ഒരു ആശ്വാസമായാണ്. പക്ഷേ അപ്പോഴും ജീവിതം കരക്കെത്തിക്കാനുള്ള ശ്രമം തുടരുന്നു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.